ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി സ്ത്രീകളെക്കുറിച്ച് ഈ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ക്രിമിനൽ ബുദ്ധി മറ്റു പല കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. കൊല്ലത്തെ റിട്ടയർഡ് എഞ്ചിനീയറായ പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി സരിത അതീവ സമർത്ഥമായാണ് കൃത്യം നടപ്പാക്കിയത്. കൊലപാതകത്തിന് മുൻപ് 5 പ്രതികളും വ്യാജരകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ സംഘടിപ്പിച്ചിരുന്നു. കൊട്ടേഷൻ സംഘങ്ങളടക്കമുള്ള പ്രതികൾ കൃത്യത്തിന് ശേഷം കൊച്ചിയിലെത്തി നിശാജീവിതം ആസ്വദിച്ചും യാത്രകൾ ചെയ്തുമാണ് സമയം ചെലവഴിച്ചത്. CCTV സ്ഥാപിക്കാത്ത ഇടം കൃത്യത്തിനായി തെരഞ്ഞെടുത്തതും ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്തതോടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് നിർണായക വിവരങ്ങളാണ്. ബാങ്ക് മാനേജരായിരുന്ന 1-ാം പ്രതി സരിത ഒഴികെ മറ്റു 4 പ്രതികളെയും കൂട്ടിയാണ് പോലീസ് കൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക രീതി പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പാപ്പച്ചനെ കൊലപ്പെടുത്തിയതിനു ശേഷം വൈറ്റിലയിലും തമ്മനത്തുമാണ് പ്രതികൾ താമസിച്ചത്. 2 ദിവസം കൊച്ചിയിൽ നിശാജീവിതം ആസ്വദിക്കാനും ഗുണ്ടാ സംഘത്തിലെ ചില സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനും സമയം ചെലവഴിച്ചതായി പ്രതികൾ മൊഴി നൽകി. പാപ്പച്ചൻ സൈക്കിളിലെത്തിയപ്പോൾ 4-ാം പ്രതി അനുമോൻ കാറിടിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. ഇത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു സംഘം കണക്ക് കൂട്ടിയിരുന്നത്. അടുത്തെങ്ങും CCTVകൾ ഇല്ലാതിരുന്നതിനാൽ ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലം തെരഞ്ഞെടുത്തു. എന്നാൽ ഏറെ അകലെയുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ കാറിന്റെ ദൃശ്യം പതിഞ്ഞതോടെ അനുമോന്റെ കണക്കുകൂട്ടലുകൾ പാളി. അഞ്ചു പ്രതികളെ 4 സ്റ്റേഷനുകളിലായി വെവ്വേറെ പാർപ്പിച്ച് മൊഴിയെടുക്കുകയായിരുന്നു ഇതുവരെ ചെയ്തത്. തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ വരും ദിവസങ്ങളിൽ ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. 5 പ്രതികളും വ്യാജരേഖ ഉപയോഗിച്ച് സിം കാർഡുകൾ സംഘടിപ്പിച്ച ശേഷമാണ് കൃത്യം നടത്തിയതെന്നും പോലീസിന് സംശയമുണ്ട്. നിയമബിരുദധാരിയായ സരിത ക്രിമിനൽ ബുദ്ധിയുള്ളയാളാണെന്നും പോലീസ് വിലയിരുത്തുന്നു. ആദ്യ 4 പ്രതികളുടെ 8 ദിവസത്തെ കസ്റ്റഡി കാലാവധി 17-ന് പൂർത്തിയാകും. നിക്ഷേപത്തുക തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ കൊട്ടേഷൻ നൽകി കൊല്ലം ആശ്രാമം സ്വദേശി പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിൽ 30 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊട്ടാരക്കര.